Good morning. Myself, Taj. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിലെ ഒരു ടോപ്പിക്കാണ് പിന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം സമത്വം എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ സംവിധാനമാണ് ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പിന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്വാലിറ്റി എന്താണ്, ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ഒരാളുകൾ പറയുന്നത് നമ്മളെല്ലാവരും ഒരുപോലെയല്ലേ, പിന്നെ അവര് മാത്രം ഇത്ര പരിഗണന കൊടുക്കാമെന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു വിശദീകരിക്കലാണ് എന്താ പറയുക പൊളിറ്റിക്കൽ സയൻസിലെ ഈ പൊളിറ്റിക്കൽ സയൻസ് നമുക്കറിയാം, രാഷ്ട്രീയ മീമാംസ, അതിലെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് എന്താണ്, നമുക്ക് ഇക്വാലിറ്റി എന്നുകൊണ്ട് നോക്കാം. അതിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇക്വാലിറ്റിന്റെ ഡെഫിനിഷൻ. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇക്വാലിറ്റി? എന്താണ് ഇക്വാലിറ്റിന്റെ മീനിങ് എന്ന് നോക്കാം. The term equality means that all men are equal and should be entitled to equal opportunity and treatment. അപ്പൊ നമ്മൾ ഇത് എല്ലാ ആളുകളും, രാജ്യത്ത് ഇന്ത്യൻ പൗരനായ മുഴുവൻ ആളുകളും, എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുക, പരിഗണിക്കുക എന്നാണ് പറയാം. രണ്ടാമത് പറയുന്നത് എൻറ്റൈറ്റിൽ ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ട്രീറ്റ്മെന്റ്, തുല്യമായ അവസരങ്ങൾ നൽകുക, തുല്യമായ പരിഗണന നൽകുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ഓൾസോ മീൻസ് സ്പെഷ്യൽ പ്രിഫറൻസസ് ഓഫ് ഓൾ കൈൻഡ് ഷുഡ് ബി അബോളിഷ്. പ്രത്യേകതരം പരിഗണന കൊടുക്കൽ ആ രീതിയിൽ ഒന്ന് അബോളിഷ് ചെയ്തിട്ടുണ്ട്. അബോളിഷ് എന്ന് പറഞ്ഞാൽ പിന്നെ നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് വേറെ ഒരു പരിഗണന കൂടുതൽ, ഇവർക്ക് വേറെ പരിഗണന കൊടുക്കുക എന്നുള്ള രീതിയിലല്ല. രാജ്യത്ത് ജനിച്ച എല്ലാ പൗരന്മാർക്കും തുല്യമായ രീതിയിൽ പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. No discrimination should be made on the grounds of birth, wealth, sex, caste, creed or color. അപ്പോൾ ഒരു രീതിയിൽ വിവേചനം പാടില്ല. കളറിന്റെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ, വെൽത്തിന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, സെക്സിന്റെ അടിസ്ഥാനത്തിൽ, കാസ്റ്റിന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ, ക്രീഡിന്റെ അടിസ്ഥാനത്തിൽ, കളറിന്റെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നോ ഡിസ്ക്രിമിനേഷൻ ഷുഡ് ബി മെയ്ഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ബർത്ത്, വെൽത്ത്, സെക്സ്, കാസ്റ്റ്, ക്രീഡ് ഓർ കളർ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ, സെക്സിന്റെ അടിസ്ഥാനത്തിലോ, കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലോ, കളറിന്റെ അടിസ്ഥാനത്തിലൊന്നും ആർക്കും ഒരു രീതിയിൽ പരിഗണന ഇല്ല, ആ പരിഗണന ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതെന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും തുല്യന്മാരാണ്. നമ്മൾ ഈ ഒരു ഭരണഘടന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൾ ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാ ആളുകളും ഒരുപോലെയാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കത് ഏതൊക്കെ തരത്തിലുള്ള പിന്നെ ഈക്വാലിറ്റി എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ കൈൻഡ്സ് ഓഫ് ഇക്വാലിറ്റി. ഏതൊക്കെ തരത്തിലുള്ള ഇക്വാലിറ്റി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഇക്വാലിറ്റി. നാച്ചുറൽ ഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ദ നേച്ചർ ഹാസ് മേഡ് ഓൾ മെൻ ഈക്വൽ എൻഡോഡ് വിത്ത് ഈക്വൽ ടാക്സ്. നമുക്കറിയാം, നമ്മൾ പ്രകൃതി എല്ലാ ആളുകളെയും ഒരുപോലെയാണ് ജനിപ്പിച്ചതും ഇതാക്കി. നമ്മൾ പുതിയ പ്രകൃതി എന്ന് പറയാം. ആൻഡ് എൻഡോ വിത്ത് ഈക്വൽ ടാക്സ്, ഈ തുല്യമായ രീതിയിൽ കഴിവുകളും കാര്യങ്ങളും തന്നിട്ടുള്ളത്. ദ സ്റ്റേറ്റ് ഷുഡ് പ്രൊവൈഡ് ദോസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഓഫർ ഈക്വൽ. അപ്പൊ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഷുഡ് പ്രൊവൈഡ് ദോസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഓഫർ ഈക്വൽ സെക്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഭരണഘടനയിൽ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എല്ലാ ആളുകൾക്കും തുല്യമായ സാമൂഹികപരമായ അവസരങ്ങൾ കൊടുക്കുക, സാമ്പത്തികമായ അവസരങ്ങൾ കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ നാച്ചുറൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായ രീതിയിൽ പരിഗണന, തുല്യമായ രീതിയിലുള്ള കഴിവുകൊണ്ടാണ് ജനിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം, ആ സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഷുഡ് പ്രൊവൈഡ് ദോസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓഫ് ദാറ്റ് ഓഫ് ഈക്വൽ ചാൻസസ്. അപ്പൊ സ്റ്റേറ്റ് എന്ന എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കുക, പിന്നെ സാമ്പത്തിക അവസരങ്ങൾ, സാമൂഹികപരമായ അവസരങ്ങൾ കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്നത് സിവിൽ ഈക്വാലിറ്റി ആണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് ഇൻ റിഗാർഡ് ടു പൊസിഷൻ ഓഫ് റൈറ്റ്. എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ അവകാശങ്ങൾ നൽകുക എന്നതാണ് സിവിൽ ഈക്വാലിറ്റി. എന്തൊക്കെയാണ് അവകാശം നോക്കാം.
all should be subject to the same law and treated as equal before. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിലെ അവകാശം നിയമത്തിന് മുകളിൽ എല്ലാ ആളുകളും ഒരുപോലെയാണ്, എല്ലാ ആളുകളെയും ഒരേപോലെ പരിഗണിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമ്മളായിട്ട് പറഞ്ഞിട്ടുണ്ട് സിവിൽ എല്ലാ നിയമത്തിന് മുന്നിൽ എല്ലാ ആളുകളും ഒരുപോലെയാണ് എന്ന്, ഒരാൾക്ക് കൂടുതൽ പരിഗണന പാടില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി. എന്താണ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഈക്വാലിറ്റി implies that all citizens have similar political rights and equal voice in the government and equal access to all offices of the government. അപ്പൊ ഇവിടെ പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് എല്ലാ ആളുകൾക്കും ഒരുപോലെയുള്ള അവകാശങ്ങളാണ് ഉള്ളത്. അതായത് ഗവൺമെന്റിനെതിരെയുള്ള ശബ്ദിക്കാനുള്ള അവകാശങ്ങൾ, പിന്നെ എന്താ പറയാ, ഗവൺമെന്റിനെ സമീപിക്കാൻ എല്ലാവർക്കും ഒരുപോലെ അവകാശം, എല്ലാ രാഷ്ട്രീയപരമാവട്ടെ ഗവൺമെന്റിനെതിരെ വിമർശിക്കാൻ അവകാശം, എല്ലാ ആളുകൾക്കും ഒരുപോലെ. അപ്പൊ നമുക്ക് നിനക്ക് ഗവൺമെന്റിനെതിരെ വിമർശിക്കാനുള്ള അവകാശമില്ല, നിനക്ക് അവകാശമുണ്ട്, നിനക്ക് അവകാശമില്ല എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് റൈറ്റ് ടു വോട്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റിന്റെ അതിൽ ഉൾപ്പെടുന്നത് റൈറ്റ് ടു വോട്ട്, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് പ്രധാനപ്പെട്ടാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അവകാശമാണ്. എല്ലാ ആളുകൾക്കും രാജ്യത്ത് ജനിച്ച് വളർന്ന പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, എല്ലാ ആളുകൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകുക എന്നതാണ്. പിന്നെ എന്താ പറയുന്നത്? റൈറ്റ് ടു കണ്ടസ്റ്റ് എലക്ഷൻ. നമുക്ക് ഇലക്ഷന് മത്സരിക്കാനുള്ള അവകാശങ്ങളുണ്ട്. നമ്മൾ പറയും ഈ ഇലക്ഷന് മത്സരിക്കാൻ മത്സരിക്കും, അങ്ങനെയില്ല. എല്ലാ ആളുകൾക്കും ഇലക്ഷന് മത്സരിക്കും. നമുക്കറിയാം സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ആളുകളുണ്ട്, അല്ലെ? ഒരു രാഷ്ട്രീയ പാർട്ടി പിൻബലമില്ലാതെ സ്വതന്ത്രമായി മത്സരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. റൈറ്റ് ടു ക്രിറ്റിസൈസ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, അധികാരം ജനങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് സോഷ്യൽ ഈക്വാലിറ്റി എന്നത്. Social equality means no special privileges allowed on the grounds of religion, race, wealth, color and so on. ഇതിൽ പറയുന്ന ഉദ്ദേശിക്കുന്ന ഒരാളുകൾക്കും ഒരു പ്രത്യേക പരിഗണന കൊടുക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മതത്തിന്റെ അടിസ്ഥാനത്തിലോ, വർഗത്തിന്റെ അടിസ്ഥാനത്തിലോ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ, കളറിന്റെ അടിസ്ഥാനത്തിലോ, അങ്ങനെ പോകും. ഹൈറ്റിന്റെ അടിസ്ഥാനത്തിലോ, ഹൈറ്റ് കുറവിന്റെ അടിസ്ഥാനം, അങ്ങനെ നമുക്ക് പല രീതിയിലും പറയാം. ഇതിന് എന്താ പറയാ, ഈ പറഞ്ഞ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ, വർഗത്തിന്റെ അടിസ്ഥാനത്തിലോ, മതത്തിന്റെ അടിസ്ഥാനത്തിലോ, കളറിന്റെ അടിസ്ഥാനത്തിലോ ഒരു രീതിയിലും ഒരു പരിഗണന കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതിൻ്റെ എല്ലാ ആളുകളും ഒരുപോലെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. നമുക്കറിയാം ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ജാതിയുണ്ട്, ഒരുപാട് കളറുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാ ആളുകൾക്കും ഒരു പൗരന്റെ പരിഗണനയാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരാൾക്ക് കൂടുതൽ പരിഗണന, ഒരാൾക്ക് കുറവ് പരിഗണന കൊടുക്കുന്ന സംവിധാനം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അത് നോക്കാം. പിന്നെ അവസാനത്തെയും പറയുന്നത് എക്കണോമിക് ഈക്വാലിറ്റി എന്ന്. ഇറ്റ് ഇംപ്ലൈസ് ദ വെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ഷുഡ് ബി എൻജോയ്ഡ് ഈക്വലി ബൈ ഓൾ. അപ്പൊ ഇതിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് അനുഭവിക്കുക എല്ലാവരും ഒരുപോലെയാണ്. ഇന്ന ആളുകൾക്ക് മാത്രമേ രാജ്യത്തിന്റെ സമ്പത്ത് തൊട്ടുകൂടും അനുഭവിച്ചുകൂടും എന്ന് പറയുന്നില്ല. ഇൻ എക്കണോമിക് ഇക്വാലിറ്റി ഇൻവോൾവ്സ് ദാറ്റ് എക്കണോമിക് റിസോഴ്സസ് ഷുഡ് നോട്ട് ബി കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. ചില ആളുകളുടെ കയ്യിൽ മാത്രം രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ വരാൻ പാടില്ല. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ സമ്പത്ത്, റിസോഴ്സസ് എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ അനുഭവിക്കാനുള്ള അവസരങ്ങൾ നൽകുക എന്നാണ്, സമത്വം നൽകുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ കാര്യങ്ങൾക്കാണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്ത് ജനിച്ച ഒരു പൗരൻ, അയാൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് തുല്യമായ രീതിയിൽ എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ അനുഭവിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് ഗവൺമെന്റിനെതിരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇലക്ഷന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ അവസരങ്ങൾ എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാ ആളുകളും ഒരുപോലെ ആണ് എന്നാണ് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ഈക്വാലിറ്റി എന്ന് പറയുന്നത്.